മലപ്പുറത്ത് നിന്ന് അനുമോദ് ഒറ്റ ദിവസം കൊണ്ട് ഇപ്പോൾ ഈ പിന്തുണ നൽകിയ പാർട്ടിക്കാർ പോലും അൻവറിനെതിരെ തിരിഞ്ഞിരിക്കുകയാണല്ലോ. നിലമ്പൂരിൽ അൻവറിനെതിരെ ഫ്ലെക്സ് വരുന്നു, ഇങ്ങോട്ട് കളി വേണ്ട എന്നുള്ള കാര്യം പറയുന്നു. അപ്പോൾ അൻവറിന്റെ അടുത്ത നീക്കം എന്താണ് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ലല്ലോ. ഞാൻ ചോദിച്ചത് രാഷ്ട്രീയ നീക്കമാണ്, അതിനെക്കുറിച്ചുള്ള ഒരു സൂചനയും ഇപ്പോൾ കിട്ടുന്നില്ലല്ലോ. UDF ഇക്കാര്യത്തിൽ ഒരു നിരീക്ഷണം നടത്തുക ഇപ്പോൾ എന്നുള്ള ഒരു സമീപനത്തിലേക്ക് തന്നെ നിൽക്കുകയുമാണല്ലോ. തീർച്ചയായും മഞ്ജുഷ, അൻവർ നിലവിലും പാർലമെന്ററി സമിതിയിലും പാർട്ടിയിലും ഒക്കെ അംഗമാണ്. സ്വാഭാവികമായിട്ടും പാർട്ടി പ്രഖ്യാപിക്കട്ടെ എന്നാണ് അദ്ദേഹത്തിന്റെ നിലപാടുള്ളത്. അങ്ങനെ പാർട്ടി പ്രഖ്യാപിക്കുമ്പോൾ അടുത്ത തലത്തിലേക്ക് നീങ്ങാം എന്ന സമീപനമാണ് അൻവർ സ്വീകരിച്ചിരിക്കുന്നത്. ഇന്ന് അദ്ദേഹം തന്റെ വീട്ടിൽ വെച്ചാണ് മാധ്യമങ്ങളെ കണ്ടത്. മുഖ്യമന്ത്രിയും AK ബാലനും അടക്കമുള്ള മുതിർന്ന നേതാക്കൾ നടത്തിയ വിമർശനങ്ങൾക്കുള്ള മറുപടിയും അദ്ദേഹം വിശദീകരിച്ചു. ഇക്കാര്യത്തിൽ തനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇതിൽ ഹൈക്കോടതി ഈ വിഷയത്തിൽ ഒരു കേസ് അന്വേഷിക്കേണ്ടതുണ്ട്. അതിൽ ഹൈക്കോടതി തന്നെയും തന്റെ പങ്കും അന്വേഷിക്കട്ടെ. ഇത്രയും കാലം സർക്കാരിനും ഒരു ആനുകൂല്യവും പറ്റാതെയാണ് താൻ മുന്നോട്ട് പോയിട്ടുള്ളത്. തന്റെ പാർക്ക് പൂട്ടി 7 വർഷമായി. ആ ഫയൽ മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്ത് ഇരിക്കുമ്പോഴാണ് താൻ ഈ വിഷയങ്ങളുമായി മുന്നോട്ട് ഇപ്പോഴും ഇറങ്ങിയിരിക്കുന്നത്. തനിക്ക് വേണമെങ്കിൽ മിണ്ടാതിരിക്കാമായിരുന്നു, പക്ഷെ താൻ എന്ത് ചെയ്തില്ല. അൻവറിനെ സംബന്ധിച്ച് മുന്നോട്ട് പോകേണ്ട ഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത പോയിന്റ് ഞായറാഴ്ച നടക്കുന്ന ഒരു പൊതുസമ്മേളനമാണ്. അദ്ദേഹത്തിന് പറയാനുള്ളത് നിലമ്പൂരിലെ വോട്ടർമാരോട് ആ സമ്മേളനത്തിൽ പറയുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും തന്റെ ഒരു ശക്തി പ്രകടനമാക്കി അൻവർ അത് നടത്താനുള്ളൊരു സാധ്യതയാണ് കാണുന്നത്. എന്താണെങ്കിലും ഭാവി പരിപാടികൾ ആ സമ്മേളനത്തിൽ അദ്ദേഹം വ്യക്തമാക്കുമെന്ന് വേണം കരുതാൻ. നിലവിലെ സാഹചര്യത്തിൽ MLA ആയിട്ട് തുടരുക, പാർട്ടിയും അല്ലെങ്കിൽ ഇപ്പോൾ ലഭിച്ച സ്ഥാനങ്ങളൊക്കെ തന്നെ തുടരുക, ഈ സാഹചര്യങ്ങൾക്കനുസരിച്ച് രാഷ്ട്രീയമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക എന്ന നിലപാടിലാണ് അൻവർ ഇപ്പോൾ ഉള്ളത്. അൻവർ എന്നാലും ഒരു പാർട്ടി രൂപീകരിച്ചു പോകാനോ മറ്റ് ഏതെങ്കിലും ഒരു മുന്നണിയിലേക്ക് പോകാനുള്ള സാധ്യത ഇപ്പോൾ വളരെ വിരളമാണ്. അതിനു പകരം അദ്ദേഹം ഒറ്റയ്ക്ക് നിൽക്കുകയോ സമാന ചിന്താഗതിയുള്ളവരെ ഒരുമിച്ച് നിർത്തി അത്തരത്തിലൊരു സംവിധാനം രൂപപ്പെടുത്തുകയോ ആകാം ഉണ്ടാവുക. എന്താണെങ്കിലും അത് വളരെ വേഗത്തിലുണ്ടാവുന്ന ഒരു സംഭവവികാസമല്ല. രാഷ്ട്രീയമായിട്ടുള്ള സാഹചര്യങ്ങൾക്കനുസരിച്ചായിരിക്കും അതിന്റെ തീരുമാനമുണ്ടാവുക. ഇപ്പോൾ തന്നെ UDFന്റെ അൻവറിനോട് ഉള്ള നിലപാടിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ UDF തന്നെ സഭയിൽ അകത്തും പുറത്തും സർക്കാരിനെതിരെ ആയുധമാക്കുമ്പോൾ ഉരുത്തിരിയുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും. നിലവിൽ എന്താണെങ്കിലും അൻവർ പാർട്ടി തീരുമാനിക്കേണ്ട നടപടികൾ അതിനനുസരിച്ച് മുന്നോട്ട് പോകാം എന്ന നിലപാടിൽ തന്നെയാണ്. മുൻപുന്നയിച്ച ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ അതിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ പാർട്ടിക്കെതിരായ അല്ലെങ്കിൽ പാർട്ടി നേതൃത്വത്തിനെതിരായ നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിന്ന് തന്നെ മുന്നോട്ട് പോവുകയാണ്. എന്താണെങ്കിലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം MV ഗോവിന്ദൻ മാസ്റ്റർ മാധ്യമങ്ങളെ കണ്ടതിന് ശേഷം അദ്ദേഹത്തിന്റെ പ്രതികരണത്തിന് സാധ്യതയുണ്ട്. രാവിലെ അദ്ദേഹം കൊണ്ടോട്ടിയിൽ ഈ ഒരു സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ഈ ഗോൾഡ് അസസ്മെന്റ് നടത്തുന്ന ഒരു ഗോൾഡ് സ്മിത്ത് അദ്ദേഹത്തിന് അനധികൃത സ്വത്ത് സമ്പാദിച്ചിരുന്നെന്ന ആക്ഷേപം ഉന്നയിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കൊണ്ടോട്ടിയിൽ നിന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ കൊണ്ടോട്ടിയിലേക്ക് അദ്ദേഹം വൈകുന്നേരം പോകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ശരി, CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. ഇനിയും പോരാട്ടം തുടരുമെന്ന് തന്നെയാണ്. അതായത് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും PV അൻവർ എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ന് 2:30 മാധ്യമങ്ങളെ കാണുമെന്ന് MV ഗോവിന്ദൻ അറിയിച്ചിട്ടുണ്ട്. പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ് MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുന്നത്. അതേസമയം നേതാക്കൾ പലരും എന്നല്ല, ഇന്ന് പ്രതികരിച്ച എല്ലാ നേതാക്കളും അൻവറിനെതിരെയുള്ള പ്രതികരണമാണ് നടത്തുന്നത്. ബോധപൂർവം നടന്ന ഗൂഢാലോചനയുടെ ഭാഗമെന്നാണ് AK ബാലൻ പ്രതികരിച്ചത്. പാർട്ടി സമ്മേളനത്തിലെ ചർച്ചകൾ വേറൊരു തലത്തിലേക്ക് എത്തിക്കാനാണ് ഈ നീക്കം. P ശശിക്കെതിരെ മുഖ്യമന്ത്രിക്കോ DGPക്കോ അൻവർ പരാതി നൽകിയിട്ടുമില്ല. സൂര്യൻ കെട്ടു എന്ന് അൻവറിന് തോന്നുന്നത് ഇരുട്ടത്ത് നിന്ന് നോക്കുന്നത് കൊണ്ടാണെന്നും AK ബാലൻ പരിഹസിച്ചു. ശശിയെ സംബന്ധിച്ചാണ് അവസാനം പറയുന്നത്. ശശിയെ സംബന്ധിച്ച് ഒരു പരാതി പോലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടില്ല, DGPക്ക് കൊടുത്തിട്ടില്ല. അൻവർ റെയ്ഡിന്റെ പാളത്തിൽ നിന്ന് പുറത്തുപോയി. എന്തിനാണ് അദ്ദേഹം ഈ രൂപത്തിലുള്ള ഒരു സമീപനം സ്വീകരിച്ചതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇത് നല്ലൊരു ആലോചനയുടെ ഭാഗമാണ്. ഇത് കേവലം ഒരു ശശിക്കെതിരായി അല്ലെങ്കിൽ അജിത് കുമാറിനെതിരായിട്ടുള്ള ആരോപണവുമായി മാത്രം ബന്ധപ്പെട്ടുകൊണ്ടുള്ളതല്ല. അതിന്റെ പിന്നിൽ ഒരു വലിയ ആലോചനയുണ്ട്. അത് ഇന്നല്ലെങ്കിൽ നാളെ ഈ പൊതുസമൂഹം തിരിച്ചറിയും. പിണറായി വിജയന്റെ ഇമേജ് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങളിൽ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള ഇമേജ് വേറെ ഏതെങ്കിലും ഒരു നേതാവിന് ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നില്ല. അത് തകർക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. അത് ക്രമാനുഗതമായി വളർത്തിയെടുത്ത് ഇതിലേക്ക് എത്തിച്ചു അവര്. പിണറായി എന്ന സൂര്യൻ കെട്ടു എന്നാണ് അൻവർ. അതെ, കെട്ടതിന്റെ കാരണം എന്താ വെച്ചാൽ അയാൾ ഇരുട്ടിൽ നിന്നിട്ടാണ് നോക്കുന്നത്. അതായത് KPCC പ്രസിഡന്റ് സൃഷ്ടിച്ചിട്ടുള്ള ഒരു കാർമേഘമുണ്ട്.
ആ കാർമേഘമാണ് അദ്ദേഹത്തെ വളഞ്ഞിട്ടുള്ളത്. അപ്പൊ കാർമേഘത്തിന്റെ ഉള്ളിൽ നിന്ന് നോക്കിയാൽ സൂര്യനെ കാണൂല. പറഞ്ഞ മനസ്സിലായില്ലേ? സൂര്യന്റെ പ്രകാശം അവിടെ തന്നെ ഉണ്ടാവും. അത് ഒരാൾ വിചാരിച്ചാൽ ഇല്ലാതാക്കാൻ പറ്റില്ല. അത് ജ്വലിച്ചെന്ന് നിൽക്കും. അൻവറിന്റെ പ്രതികരണങ്ങളെക്കുറിച്ച് പി ജയരാജനും പ്രതികരിക്കുകയുണ്ടായി. അൻവർ വലതുപക്ഷത്തിന്റെ നാവായി മാറിയെന്നാണ് പി ജയരാജൻ പറയുന്നത്. അൻവറിന്റെ ആരോപണങ്ങളിൽ അന്വേഷണം നടക്കുന്നുണ്ട്, പക്ഷേ ആ സമയത്ത് അൻവർ പ്രതികരിച്ചത് തെറ്റായിപ്പോയി എന്നാണ് പി ജയരാജനും പറയുന്നത്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു, RSS നേതാക്കന്മാരുമായിട്ട് ADGP ഏതടിസ്ഥാനത്തിലാണ് അങ്ങോട്ട് പോയി ചർച്ച ചെയ്തത്. അത് അന്വേഷണത്തിന്റെ വിഷയമാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിനെതിരായിട്ട് ADGPക്കെതിരായിട്ട് അൻവർ ഉന്നയിച്ചിട്ടുള്ള അഴിമതി ആരോപണം അതും അന്വേഷണ വിഷയമാണ്. അപ്പൊ ആ അന്വേഷണ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം വലതുപക്ഷത്തിന് വേണ്ടിയിട്ടുള്ള നാവായി മാറിയിരിക്കുന്നു എന്നതാണ് ഞാൻ ഉന്നയിക്കുന്ന വിമർശനം. അത് വളരെ ശരിയാണ്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്കകത്ത് ഒരു അനുഭാവി തന്നെ ഏതെങ്കിലും പാർട്ടി പ്രവർത്തകനെതിരായിട്ട് ആക്ഷേപം ഉന്നയിക്കും. അത് കൃത്യമായി പരിശോധിച്ച് നടപടിയെടുക്കുന്ന പാർട്ടിയാണ് CPIM.